വിട്ടു ഇടുക്കിക്ക് പോകേണ്ടതാ കല്ലൂനെ കാണാൻ. നീ അതിൻ്റെ ഇടയ്ക്ക് കുളിക്കാൻ നിൽക്കുവാണോ? നീ എപ്പോൾ ഉണങ്ങിയിട്ട് പോകാനാ? അന്നെ സമ്മതിച്ചു കേട്ടോ ഞാൻ. കുളി 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 മുടക്കണ്ട. ഇക്കോട്ട് മിക്കത്തിനെ എവിടെ കിട്ടും? എവിടെ പോയാലും കുളിച്ച് ഒരുങ്ങി സുന്ദരിയായിട്ടേ പോകത്തുള്ളൂ. മജാജ മജാജ മജാജ. ആ കുളി കഴിഞ്ഞാൽ മസാജ് വേണ്ട കുഞ്ഞിനെ. ഉണ്ടോ മോൻ്റെ മോന്ന പോലെ തന്നെ അത് ഇവിടെ വിളിച്ചേൻ്റെ മോന്തിരിക്കുന്നുണ്ടോ? അമ്മാക്കൻ്റെ മോന്ന് പിന്നെ പറയണ്ട. ടാറ്റ പറ. ടാറ്റ 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 അവിടെ ഇവിടെ. ടാറ്റ 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 അവിടെ രണ്ടുപേരും നിൽക്കുന്നതാണോ? ആണോ ആണോ? അതിവിടെ ടാറ്റ വരുന്നുണ്ടോ? എവിടെ ടാറ്റ? കുഞ്ഞേ അടുത്ത് കളിക്കാതെ നമുക്ക് അവിടെ ചെന്നിട്ടിടാം, വീട്ടിൽ ചെന്നിട്ടിടാം കേട്ടോ. ഞാൻ അവിടെ ഇരുന്നു. വണ്ടി കൂടുന്നോണ്ടേ കുറുക്കൊന്നും ഇല്ലെന്ന്. നമുക്കവിടെ ചെല്ലണ്ടേ? അപ്പോൾ കുഞ്ഞത് തിന്നോ? ഞാൻ കുഞ്ഞ് തിന്നുന്നോടെ പറയാൻ നിർത്തിയിടാം കേട്ടോ. ആ എന്നെ ആശുപത്രി കാണിക്കട്ടെ. എൻ്റെ ഈ ചെറിയൻ്റെ കറുപ്പ് നോക്കണം. ഈ കറുത്ത ചിറകെന്നാ നമുക്ക് നോക്കണം. എന്നിട്ട് നമുക്ക് ഇടുക്കിക്ക് പോവാം കേട്ടോ. അമ്പത്തെട്ട് ഞാൻ കൊടുക്കും. 58 കിലോ ഡീസൽ അടിക്കാം. ഡീസൽ ഞാനെന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. വിത്തുകുഞ്ഞിനകത്ത് അനങ്ങാണ്ടിരുന്നോണം കേട്ടോ. ഹോട്ടലുകാർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഇടിവെച്ചില്ല. അതുകൊണ്ടാണേ ഞാൻ ചില ഭക്ഷണം കഴിക്കട്ടെ. എൻ്റെ വിത്തുകുഞ്ഞ് റെസ്റ്റോറൻറ്റുകാർ കൊന്നു കളഞ്ഞു നമ്മളെ. കുഞ്ഞ് കഴിച്ചിട്ടുള്ള പരിപാടിയുള്ളൂ ഇവിടെ. ആ കഴിച്ചോ അങ്ങനെ കോട്ടിനകത്ത് ഇരുന്നല്ലേ മുത്തുമണി. ആ കേട്ടോ മീറ്റു കുഞ്ഞേ. ആ മീറ്റു കുഞ്ഞേ ഉത്സവമല്ലോ. വണ്ടി നിർത്തിയപ്പോൾ അപ്പം കാഴ്ചക്ക് ഇരുന്ന എന്തോന്നാ കാഴ്ച കാണുന്നേ? എന്നെ നോക്കുന്നേ? അവിടെ ആരെങ്കിലും വന്നാ വണ്ടി കാണുവാണോ? ഒരു മുഹൂർത്തം തന്നെ. നല്ല മഴ. ഈ അഭിനയിച്ച് തകർത്ത് വെച്ചേക്കുവായിരുന്നു എല്ലാം. കല്ല് വന്ന് നിന്റെ ക്രെഡിറ്റ് എല്ലാം കൊണ്ടുപോയി. ഒന്ന് ഒറ്റ പറക്കലേ. അങ്ങനെ അയ്യോ ചാരി പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞവരായിരിക്കും. നീ എന്തേലും ചാരി നിപ്പുണ്ടോ? ഇല്ലേ കുഴപ്പമില്ലെന്നേ. നമുക്ക് യാതൊരു പരാതിയില്ല. നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടോ? ഇല്ലേ കുഴപ്പമില്ല. പരാതി ഉണ്ടെ പറയണം കേട്ടോ. എഴുതി തരാൻ പറ്റുമോ പരാതി? ഇല്ലേ? ഞാൻ ക്ഷമിച്ചു. ഗോപാലകൃഷ്ണൻ ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ. ആശാനേ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു. ആശാൻ ക്ഷമിച്ചു വേകൂ കേട്ടോ. കണ്ടോ നല്ല മഞ്ഞാണ്. മഴ വന്ന് ഇതേ കണ്ട വഴിയെല്ലാം മൂടിപ്പോയിരുന്നു. വഴിയൊന്നും ഇല്ല നമുക്ക് പോകാൻ. നമുക്ക് ഈ ഇടയ്ക്കൂടെ വേണം പോകാനെങ്കിലും. പൊളിച്ചില്ലേ? ചിലപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ടോ വണ്ടി വിധി. നമുക്ക് ഇങ്ങനെ കണ്ണ് കാണാൻ പാടാതെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ സൈഡിൽ കൂടെ തലയിട്ട് നോക്കും. എന്നിട്ട് ഇങ്ങനെ പോകും. മിച്ചു കുഞ്ഞാപ്പി പേടിക്കണ്ട. അവിടെ ഇരുന്നോ കേട്ടോ. അവിടെ ഉണ്ടോ? അവിടെ ഇരുന്നു. നമ്മളിപ്പോൾ വീട്ടിൽ ചെല്ലുവേ. ഒരു 1, 2, 3, 4 മണിക്കൂർ അത്രേ ഉള്ളൂ കേട്ടോ. ഓങ്ങിച്ചോ. അത് കഴിഞ്ഞ് വീണ്ടും മഴ. എന്നാൽ കുഞ്ഞാവ എണേക്കണ്ട. ഇങ്ങോട്ട് കയറിക്കോ. 1/2 മണിക്കൂർ വീട്ടിൽ ചെല്ലും. അങ്ങ് കയറിക്കോ. അങ്ങോട്ട് കയറിക്കോ. ഞാൻ വണ്ടി കണക്കാൻ നിർത്തിയല്ലേ. അമ്മ കണ്ട കല്ലുകുഞ്ഞിനെ കാണാം. വേറെ കയറി കുണ്ണാപ്പാ.
നല്ല കൊച്ചാണ്, അങ്ങനെ നല്ല സുന്ദരി കൊച്ചങ്ങനെ. അവിടെ ഇന്ന് കേട്ടോ. എത്തി കല്ലിക്കുഞ്ഞിനെ കാണണ്ടേ നമുക്ക്. എവിടെ കല്ലിക്കുഞ്ഞ്? കല്ലിക്കുഞ്ഞിനെ നമ്മ എത്തി, നമുക്ക് കല്ലിക്കുഞ്ഞിനെ കാണണ്ടേ? കാണണ്ടേ കല്ലിക്കുഞ്ഞെ? ഇതാരാ നോക്കി ഇവിടെ ഇരിക്കുന്നേ? ഇതാരാ നോക്കി? ഇതാരാ ഇത്? ഇതാരാ ഇതാരാ ഇത്? രണ്ടുപേരും കണ്ട ഭാവമില്ലല്ലോ. രാത്രിയായോണ്ടാണോ? ഒച്ചോ, ഒക്കച്ച് വന്നിട്ട് വയ്യേ കുഞ്ഞിന്. ഇത് മിട്ടുമേത് മിറ്റുമേത്. ആ കല്ലിക്കുഞ്ഞ് ഒക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഒക്കച്ച് വന്നിട്ട് രക്ഷയില്ല കല്ലിക്കുഞ്ഞിന്. ഞാൻ ഉണക്കാം കുഞ്ഞിനെ, ഒങ്ങിച്ചു. ഞാനിങ്ങനെ ഒക്കച്ച, അത് കഴിഞ്ഞ് ഞാൻ മിട്ടുവിനെ കൂടെ ഒക്കണം എനിക്ക് കേട്ടോ. ഒങ്ങ് ഒങ്ങ്, കണ്ണാച്ചോ കണ്ണാച്ചോ കണ്ണാച്ചേ കണ്ണാച്ചേ കണ്ണാച്ചേ. അപ്പത്തിന് ഒന്നിപ്പോയാ. ഓഹോ, കൊച്ചു വന്നിട്ട് ഒരു രക്ഷയിലായിരുന്നല്ലേ കുഞ്ഞപ്പയ്ക്ക്. ഓങ്ങിച്ചു 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 ഓങ്ങിച്ചു. നമുക്ക് അവളെയും കൂടെ കെട്ടി വെക്കാവേ.